ഹായ് എവരിവൺ, വെൽക്കം ടു ട്രേഡ് വിത്ത് വിഷ. സോ മാർക്കറ്റിൽ, അതായത് ട്രേഡിംഗിൽ ഒരു ഫാൾ വരുന്ന സമയത്ത് നമ്മളെല്ലാവരും പാനിക് ആവാറുണ്ട്. എന്നാൽ കറക്റ്റ് എക്സ്പീരിയൻസ് ട്രേഡേഴ്സ് അങ്ങനത്തെ ഒരു പൊസിഷൻ നോക്കി വെയിറ്റ് ചെയ്യലായിരിക്കും മാക്സിമം ചെയ്യുന്നുണ്ട്. കാരണം അവർ എക്സ്പീരിയൻസ് കൊണ്ട് അറിയാം മാർക്കറ്റ് ഫാൾ ആയാൽ എവിടെ വരും, എവിടെ നിന്നാണ് അത് മാർക്കറ്റ് ഒരു ബൂം അപ്പ് ഉണ്ടാവുക എന്നുള്ള ഒരു മെത്തേഡ് അവർക്ക് അറിയാൻ പറ്റും. സോ കഴിഞ്ഞ ദിവസം നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ ലാസ്റ്റ് വീക്കിൽ നോക്കുകയാണെങ്കിൽ BSEയുടെ ഷെയർ, അതായത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഷെയർ ഏകദേശം ഒരു 60% ഡൗൺഫാൾ ആണ് വന്നിരിക്കുന്നത്, ഡൗണിലേക്കാണ് വന്നിരിക്കുന്നത്. ഗ്രാഫ് നോക്കി അറിയാൻ പറ്റും. ആ ഒരു മെയിൻറ്റെയിൻ ആയിരിക്കുന്ന 7200, 6800 ആ ഒരു പ്രൈസ് റേഞ്ച് കണ്ടില്ലേ, ആ റേഞ്ചിൽ നിന്നും പെട്ടെന്നൊരു ഗ്യാപ് ഡൗൺ ആണ് വന്നത്. സോ മെജോറിറ്റി മുകളിൽ നിന്ന് ഹോൾഡ് ചെയ്ത ആളുകൾക്കൊക്കെ അത് ലോസിലാണ് കിടക്കുന്നത്. പക്ഷേ റൈറ്റ് ടൈം ബൈ, നമ്മൾ എവിടെ നിന്നാണ് ബൈ എടുക്കേണ്ടതെന്ന് നോക്കില്ല. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു പൊസിഷൻ കിട്ടുന്ന സമയത്ത് പല ആളുകളും ചിലപ്പോൾ പാനിക് സെല് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഡൗൺ മാർക്കറ്റിൽ വന്ന ശേഷം അതിന്റെ ഒരു ചാർട്ട് നമുക്ക് നോക്കി അറിയാൻ പറ്റും. ഇവിടുന്ന് ഗ്രോത്ത് ആയിരിക്കുന്നത് കണ്ടില്ലേ, 2400 ലെവലിൽ വന്നിട്ട് ആ 2400 2654 നല്ലൊരു പമ്പിംഗ് ഉണ്ട്. സോ ഡൗണിൽ നിന്ന് ലോങ് ടേം ഹോൾഡ് ചെയ്ത ആളുകൾക്ക് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയ ഒരു ഷെയർ ആയിരുന്നു BSEയുടെ. അത്യാവശ്യം ലോങ് ടേം ഹോൾഡ് ചെയ്യാം. 2654 രൂപയാണ് നിൽക്കുന്നത്. ഇന്ന് തന്നെ 189 രൂപ കയറിയിട്ടുണ്ട്. 7%, 8% ഗ്രോത്ത് കയറിയിട്ടുണ്ട്. ടോട്ടൽ നമ്മൾ എത്രയാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തത്, 8% ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് കയറിയിട്ടുണ്ട്. ഏകദേശം ഒരു 50%ഓളം ഒരു 2-3 ഡേയ്സ് കൊണ്ട് മാർക്കറ്റ് കയറിയിട്ടുണ്ട്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതൊരു ബോംബെ എക്സ്ചേഞ്ചിന്റെ ഷെയർ ആണ്. ഇനി മാർക്കറ്റ് മുകളിലോട്ട് പോകണമെങ്കിൽ നമുക്ക് ലോങ് ടേം ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്സ് ആയിട്ടാണ് ഈ BSE ഉള്ളത്. സോ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആളുകൾക്ക് ഏറ്റവും ചൂസായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയറാണ് BSE. സോ നിങ്ങൾ നിങ്ങളുടെ മാർക്കറ്റ് അനാലിസിസും നിങ്ങളുടെ സ്കില്ലും നിങ്ങളുടെ എക്സ്പീരിയൻസും യൂസ് ചെയ്തുകൊണ്ട് മാത്രം വാങ്ങുക. ഞാനിവിടെ പറയുന്നത് എന്റെ ഒപ്പീനിയൻസും എന്റെ ഐഡിയാസും എന്റെ ഷെയറുമാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ മാർക്കറ്റ് വിശകലനം ബെസ്റ്റ് ആണോ, ഷോർട്ട് ടേമിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണോ, ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണോ നോക്കി നിങ്ങൾ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ തന്നെ പർച്ചേസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.